നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ, നമ്മുടെ സങ്കടങ്ങൾ പകരുമ്പോൾ, നമ്മുടെ എല്ലാ അവസ്ഥയിലും നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ള ആ ഒരു ആഴമേറിയ വിശ്വാസം നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ തീർച്ചയായും ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. എക്സൽ മീഡിയ ഇന്നത്തെ ചിന്തയിലേക്ക് എല്ലാ പ്രിയമുള്ളവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മാർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായമാണ്. അതിനകത്ത് ഒരു സഹോദരിയുടെ വിശ്വാസത്തെ വലിയ വിശ്വാസമെന്നെണ്ണി ദൈവം അവൾക്ക് വിടുതൽ കൊടുക്കുന്ന, അവളുടെ മകളുടെ വിഷയത്തിന്മേൽ മറുപടി കൊടുക്കുന്ന ഒരു ഭാഗം നമ്മളിവിടെ കാണുന്നു. ആ സ്ത്രീയുടെ ആവശ്യം ഇതായിരുന്നു. അവളുടെ സൊർഫേനക്കാരിയായ യവന സ്ത്രീ എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ സ്ത്രീ യേശുവിനെ കുറിച്ച് കേട്ടിട്ട് അവളുടെ പുറകെ യേശുക്രിസ്തുവിൻ്റെ പുറകെ അവൾ നടക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. അവളുടെ ആവശ്യം ഇതായിരുന്നു. തൻ്റെ മകൾക്ക് ഭൂതം ബാധിച്ചു. അപ്പോൾ ആ ഭൂതത്തെ യേശുക്രിസ്തു എന്ത് ചെയ്യണം? സൗഖ്യമാക്കണം, ശാസിക്കണം. ഇതായിരുന്നു അവളുടെ ആവശ്യം. എന്നാൽ ആദ്യം ഇവള് പുറകെ നടന്ന് പറഞ്ഞപ്പോൾ കർത്താവ് മൈൻഡ് ചെയ്തില്ല. പക്ഷേ ഇവളുടെ വിശ്വാസം എന്ന് പറയുന്നത് പുറകെ നടന്ന് ചോദിക്കുമ്പോൾ ദൈവം അവൾക്ക് ഉത്തരം കൊടുക്കും, ദൈവം ചെയ്യാൻ കഴിവുള്ള ദൈവമാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നെന്നുള്ള ആഴമായ ഒരു വിശ്വാസം അവളുടെ ഹൃദയത്തിനകത്ത് പതിഞ്ഞതുകൊണ്ടാകാം ആ സ്ത്രീ തിരികെ പോയില്ല. യേശു കർത്താവ് പല കാര്യങ്ങൾ അവിടെ പറഞ്ഞു. എന്നിട്ടും അവൾ പോകാതെ യേശുവിൻ്റെ പുറകെ നടന്ന് ആ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു സ്ത്രീയെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് എനിക്ക് പറയുവാനുള്ളത്, ചിലപ്പോൾ നമ്മൾ ഒരിക്കലും ഈ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരാൻ നമുക്ക് യോഗ്യതയില്ലാത്ത വ്യക്തിയാകാം, അല്ലേ? പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, നമ്മുടെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. ആമേൻ. ഇത്ര വലിയൊരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ആമേൻ, ആ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ആ ദൈവത്തിൻ്റെ സകലതും സാധ്യമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ദൈവത്തിൻ്റെ പുറകെ നമ്മൾ, ആമേൻ, എന്തപേക്ഷിച്ചാലും, നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ, നമ്മുടെ സങ്കടങ്ങൾ പകരുമ്പോൾ, നമ്മുടെ എല്ലാ അവസ്ഥയിലും നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ള ആ ഒരു ആഴമേറിയ വിശ്വാസം നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവം അവിടെ നിന്ന്, ആമേൻ, നമുക്ക് വേണ്ടി ഉത്തരം അരുളുവാൻ കഴിവുള്ള ദൈവമാണ് നമ്മൾ വിശ്വസിക്കണം. ഈ സഹോദരി അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ വിശ്വാസം കണ്ടിട്ട് ദൈവത്തിന് വളരെ അത്ഭുതമായി, യേശുക്രിസ്തുവിന് വളരെ അത്ഭുതമായി. അവിടെ പറയുന്നുണ്ട്, എന്താണ്, അവൾ അവനോട് ഈ വാക്ക് നിമിത്തം പൊയ്ക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ വീട്ടിൽ വന്നാറെ മകൾ കിടക്കിൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോകുന്നതും കണ്ടു. അപ്പോൾ അത്രമാത്രം അവളുടെ വിശ്വാസത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ആ സ്ത്രീയുടെ റിക്വസ്റ്റ് ഭയങ്കരമായിരുന്നു. യേശു കർത്താവിന് അത് ചെയ്യാൻ കഴിയും, തീർച്ചയായിട്ടും കഴിയും എന്നുള്ള ആഴമേറിയ വിശ്വാസം അവളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് അവൾ പോകാതെ, പല കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടും യേശു കർത്താവിൻ്റെ നിന്ന് പുറകോട്ട് പോകാതെ അവൾ വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്ന ഒരു സഹോദരിയുടെ ആ മനോഭാവത്തെ നമുക്ക് ഇന്ന് പകൽ ഒന്ന് ഏറ്റെടുക്കാം. ഇതുപോലെ നമുക്കും നമ്മൾ യാചിക്കുന്ന സമയത്തൊക്കെയും, നമ്മൾ അന്വേഷിക്കുന്ന സമയത്തൊക്കെയും, നമ്മൾ മുട്ടുന്ന സമയത്തൊക്കെയും കർത്താവ് നമ്മുടെ അടുക്കൽ ഇറങ്ങി വരും. ആമേൻ. നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരികയും നമ്മുടെ പ്രാർത്ഥനാ ശബ്ദം കേൾക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നുള്ള പൂർണ്ണ ബോധ്യം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ എന്തെല്ലാം തടസ്സങ്ങൾ അവിടെ വന്നെന്ന് പറഞ്ഞാലും നമ്മൾ അവിടെ വിട്ടു പോകാതെ ആ മറുപടിക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ ആ ഒരു മറുപടി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവരോടും എനിക്ക് പറയുവാനുള്ളത്, ആമേൻ, നമ്മുടെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. ആ സ്ത്രീ പുറകെ നടന്ന് കരഞ്ഞതുപോലെ, ആ സ്ത്രീ യേശു കർത്താവിൻ്റെ പുറകെ നടന്ന് റിക്വസ്റ്റ് ചെയ്തതുപോലെ നമുക്കും ആ ദൈവത്തെ പിൻപറ്റാം. ആ ദൈവത്തിൻ്റെ പുറകാലെ നമുക്ക് പോകാം. ആമേൻ. നമ്മുടെ മുമ്പിൽ നടക്കുന്ന ദൈവം, ആമേൻ, സർവ്വശക്തനായ ദൈവമാണ്, നമ്മളെ വിടുവിക്കാൻ കഴിവുള്ള ദൈവമാണ്, നമുക്ക് വേണ്ടി സകലതും ചെയ്തു തരാൻ കഴിവുള്ള ദൈവമാണ് എന്ന് നാം മറന്നു പോകരുത്. അങ്ങനെ ആ കർത്താവിനെ നമുക്കും അനുഗമിക്കാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഗോഡ് ബ്ലെസ് യു.